ഓരോ ബിസ്ക്കറ്റ് ഉണ്ടോ വീട്ടിൽ? എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ വീഡിയോ കാണാം. കാരണം ഓവൻ വേണ്ട, ബീറ്റർ വേണ്ട, മുട്ട വേണ്ട, വേറെ ഒന്നും വേണ്ട. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അത്രയും ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ കേക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ? ആദ്യം തന്നെ കുറച്ച് ഓരോ ബിസ്ക്കറ്റ് എടുക്കുക കേട്ടോ. 28 തൊട്ടൊരു 30 എണ്ണം വരെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ക്രീമും ബിസ്ക്കറ്റും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുക. കാരണം നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പം അത് നല്ല പൗഡറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ബിസ്ക്കറ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല ഫൈൻ പൗഡറായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ സോഡ, പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും വേണം, കുറച്ച് കൊക്കോ പൗഡറും വേണം. ഇത് രണ്ടും ഓപ്ഷണലാണ്. കൂടുതൽ ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നതാണ്, ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ചേർത്താൽ അത്രയും നല്ലത്, കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമ്മളിത് പാലൊഴിച്ച് നല്ലൊരു ബാറ്ററാക്കി മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു 250 ml പാലാണ് എടുത്തിരിക്കുന്നത്. കൺസിസ്റ്റൻസി നോക്കി പാല് ചേർക്കുക. പിന്നെ മാറ്റി വെച്ചിരിക്കുന്ന ക്രീമും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ശേഷം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി കുക്കർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് വെച്ചൊരു 35 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. വാഷറും വിസിലും അവോയ്ഡ് ചെയ്തിട്ടാണ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ളത്. ബേക്ക് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. ഇത്രേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ കേക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിൻ്റെ മണ്ട ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് വേണം. നിങ്ങൾക്ക് മിൽക്ക് ചോക്ലേറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഡയറി മിൽക്ക് എടുക്കാം കേട്ടോ. കുറച്ച് പാലും ബട്ടറും ചേർത്ത് അത് നല്ലപോലെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സൈഡ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ 2-3 ഓറിയോ ബിസ്ക്കറ്റ് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കാരണം അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, അത്രയും സോഫ്റ്റ് ആണ്. ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് പിറ്റേന്ന് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ചൂടോടെ കഴിക്കാനും അടിപൊളിയാണ്. ചോക്ലേറ്റ് ലവേഴ്സൊക്കെ മസ്റ്റ് ട്രൈ ആണ്. കാരണം ഇത്ര സിമ്പിളായിട്ട് 2-3 ഇൻഗ്രീഡിയൻസ് വെച്ച് ഇത്ര അടിപൊളിയായിട്ടൊരു കേക്ക് വേറെ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഈ കേക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.